ഇന്ന് നമ്മൾ കോംപ്രിഹെൻസീവ് കോഴ്സ് CET 308 2019 സ്കീമിൻ്റെ മോഡ്യൂൾ 3ൻ്റെ സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണാത്തവർ പോയി കാണാം. ഓക്കെ, ഫസ്റ്റ് ഈ മോഡ്യൂൾ 3-നകത്ത് ഫസ്റ്റ് പോയിൻ്റ് ഒരു സർവേയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർവേയിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്തുവാ? നമ്മൾ ഒരു ഭൂമിൻ്റെ മുകളിലെയോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ അതിൻ്റെ പൊസിഷൻ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് മെഷർമെൻറ്റോ ഇൻഡയറക്റ്റ് മെഷർമെൻറ്റോ എടുത്ത് ചെയ്യുന്നതാണ് സർവേയിങ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് സർവേയിങ് ഉണ്ട്. പ്ലെയിൻ സർവേയിങ്, ജിയോട്ടിക് സർവേയിങ് ഉണ്ട്. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മെയിനായിട്ട് എന്തുവാന്ന് വെച്ചാൽ, ഇതിനകത്ത് സർഫേസ് ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുന്നതാണ് ജിയോട്ടിക് സർവേയിങ്. ഓക്കെ, സർഫേസ് ഓഫ് ദി എർത്ത് പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് പ്ലെയിൻ സർവേയിങ്. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് യു കൻ അണ്ടർസ്റ്റാൻഡ് പ്ലെയിൻ സർവേയിങ് എന്ന് വെച്ചാൽ സർഫേസ് ഓഫ് ദി എർത്ത് ഇസ് കൺസിഡർ ടു ബി പ്ലെയിൻ. ഓക്കെ, പിന്നെ ഈ സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തുവാന്ന് വെച്ചാൽ, വർക്ക് ഫ്രം എ ഹോൾ ടു പാർട്ട്, ഇത് ആദ്യം. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്, വർക്കിംഗ് ഫ്രം എ ഹോൾ ടു ദ പാർട്ട്. പിന്നെ ഉള്ളത് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ 2 പോയിൻ്റ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ അടുത്ത പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. ഓക്കെ, അടുത്തുള്ളത് ലീനിയർ മെഷർമെൻറ്റ്സ് ആണ്. ഈ ലീനിയർ മെഷർമെൻറ്റ്സിനകത്ത് നമുക്ക് കുറേ കറക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കറക്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കറക്ഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ഉണ്ട്. ഈ കറക്ഷൻ ഡ്യൂ ടു ടെമ്പറേച്ചറിനകത്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഫീൽഡിൻ്റെ ടെമ്പറേച്ചറാണ് TM എടുത്തിരിക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫീൽഡിൽ ഇരിക്കുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുമ്പോൾ ആ ലെങ്ത് ഓഫ് ദി ടേപ്പ് ഇൻക്രീസ് ആവും. ഓക്കെ, ലെങ്ത് ഓഫ് ദി ടേപ്പ് ഇൻക്രീസ് ആകുമ്പോൾ എറർ നെഗറ്റീവ് ആയിരിക്കും, കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എറർ നെഗറ്റീവ് എന്ന് വെച്ചാൽ കറക്ഷൻ പോസിറ്റീവ്, എറർ പോസിറ്റീവ് എന്ന് വെച്ചാൽ കറക്ഷൻ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീൽഡിനകത്ത് ഉള്ള ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ടേപ്പിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആകും. ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന പോയിൻ്റ് കുറവായിരിക്കും, അതായത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കറക്ഷൻ പോസിറ്റീവ് ആയിട്ട് ആഡ് ചെയ്യണം. അതിൻ്റെ നേരെ തിരിച്ചായിരിക്കും. ഫീൽഡിൻ്റെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ലെങ്ത് ഓഫ് ദി ടേപ്പ് ഡിക്രീസ് ആവും, നമ്മൾ കൂടുതലാണ് മെഷർ ചെയ്യുന്നത്, അതാണ് എറർ പോസിറ്റീവ്. അപ്പോൾ കറക്ഷൻ നെഗറ്റീവാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ തന്നെ കറക്ഷൻ ഫോർ പുള്ളും. ഓക്കെ, ഇവിടെ PM ആണ്. ദാറ്റ് ഈസ് പുൾ അപ്ലൈഡ് അറ്റ് ദ ടൈം ഓഫ് മെഷർമെൻറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദ സ്റ്റാൻഡേർഡ് പുൾ ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി ടേപ്പ് ഇൻക്രീസ് ആകും. ലെങ്ത് ഓഫ് ദി ടേപ്പ് ഇൻക്രീസ് ആണെങ്കിൽ എറർ നെഗറ്റീവ് ആണ്, കറക്ഷൻ പോസിറ്റീവ് ആണ്. കറക്ഷൻ ഫോർ ടെമ്പറേച്ചറും കറക്ഷൻ ഫോർ പുള്ളും സെയിം ആണ് കേട്ടോ. അപ്പം സാഗ് കറക്ഷൻ എന്ന് വെച്ചാൽ ഇത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സാഗ് കറക്ഷൻ ഇസ് നെഗറ്റീവ്, അപ്പോൾ എറർ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഓർക്കണേ സാഗ് കറക്ഷൻ ഇസ് നെഗറ്റീവ്. ഓക്കെ, ഈ സാഗ് കറക്ഷനും പുൾ കറക്ഷനും ഒരു സെർട്ടൻ പുൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ നോർമൽ ടെൻഷൻ എന്ന് പറയുന്നത്. ആ കണ്ടീഷൻ നോർമൽ ടെൻഷൻ കണ്ടീഷനാണ് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ കുറേ കറക്ഷൻസ് ഒക്കെ ഉണ്ട്. കറക്ഷൻ ഡ്യൂ ടു സ്ലോപ്പ് ആൻഡ് റോങ് അലൈൻമെൻറ്റ്, അത് രണ്ടും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. കറക്ഷൻ ഫോർ പുൾ പോസിറ്റീവ്, നെഗറ്റീവ് ആയിരിക്കാം. കറക്ഷൻ ഫോർ സാഗ്, കറക്ഷൻ ഫോർ സ്ലോപ്പ്, കറക്ഷൻ ഫോർ റോങ് അലൈൻമെൻറ്റ്, ഇതെല്ലാം നെഗറ്റീവാണ്. ഓക്കെ, എല്ലാം നമ്മൾ കറക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, ബിയറിംഗ് എന്ന് വെച്ചാൽ ആംഗിളാണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് എ ലൈൻ വിത്ത് റെസ്പെക്ട് ടു ഫിക്സ്ഡ് മെറിഡിയൻ, അതായത് ഇപ്പം നമ്മൾ ഒരു പോയിൻ്റ് എടുക്കുക, ഈ പോയിൻറ്റിൻ്റെ ലെങ്ത് ആണ് ലീനിയർ മെഷർമെൻറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അത് ഒരു സെർട്ടൻ റെഫറൻസ് പോയിൻറ്റിലേന്ന് എത്രത്തോളം തള്ളിയിരിക്കുവാനുള്ള ആംഗുലർ മെഷർമെൻ്റ് ആണ് നമ്മൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ട്രൂ ബിയറിംഗ് ഉണ്ട്, മാഗ്നറ്റിക് ബിയറിംഗ് ഉണ്ട്. എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത് ലൈൻ ജോയിനിങ് ട്രൂ നോർത്ത് പോൾ, ട്രൂ സൗത്ത് പോൾ ആൻഡ് ദ പോയിന്റ് ഓഫ് റെഫറൻസ്. അതിലിരുന്ന് നമ്മൾ എടുക്കുന്ന എല്ലാ ആംഗിൾസും നമ്മൾ ട്രൂ ബിയറിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് മെറിഡിയൻ, മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളിലിരുന്ന് നമ്മൾ എടുക്കുന്ന എല്ലാ ബിയറിങ്സും മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡിക്ലിനേഷൻ, വാട്ട് ഈസ് ഡിക്ലിനേഷൻ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഡിക്ലിനേഷൻ
മറ്റൊന്ന് ഡിപ്പാണ്. ഈ ഡിക്ലിനേഷൻ ഡിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്തുവാണെന്ന് വെച്ചാൽ, ഡിഫറൻസ് എന്തുവാണെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഡിക്ലിനേഷൻ നോക്കാം. അറ്റ് എനി പ്ലെയിൻ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് ദ മാഗ്നറ്റിക് മെറിഡിയൻ ഇസ് കോൾഡ് ഡിക്ലിനേഷൻ. ഹൊറിസോണ്ടൽ ആംഗിൾ നല്ല ഓർത്ത് വയ്ക്കണം, ഹൊറിസോണ്ടൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ ട്രൂ ബിയറിംഗ് എന്തുവാ? മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ആർ മൈനസ് ഡിക്ലിനേഷൻ. ഇതാണ് ഫോർമുല. ഓക്കെ, നമുക്ക് ഇപ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ് കിട്ടി, ഡിക്ലിനേഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ ആംഗിൾ ഉണ്ട്. അവർ ട്രൂ ബിയറിംഗ് ചോദിക്കുവാണെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യുക എന്നാൽ നമുക്ക് ട്രൂ ബിയറിംഗ് കിട്ടും. ഇത് എപ്പോഴും പ്രോബ്ലം CET-നകത്ത്, അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലത്തെ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒറ്റ ഫോർമുലാവേ ഉള്ളൂ. ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ആർ മൈനസ് ഡിക്ലിനേഷൻ. എപ്പോഴാണ് പ്ലസ് എടുക്കേണ്ടത്? ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കുമ്പോൾ പ്ലസ് എടുക്കണം, വെസ്റ്റ് ഡയറക്ഷനായിരിക്കുമ്പോൾ മൈനസ് എടുക്കണം. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ, മാഗ്നറ്റിക് ബിയറിംഗ് അവർ തരും, ഡിക്ലിനേഷൻ ടുവേർഡ്സ് ഈസ്റ്റ് ഇത്ര ഡിഗ്രീന്ന് തരും. ഫൈൻഡ് ഔട്ട് ദ ട്രൂ ബിയറിംഗ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ഡിക്ലിനേഷൻ ഇതാണ് നമ്മുടെ ട്രൂ നോർത്ത്, ട്രൂ സൗത്ത്, ഇതാണ് ട്രൂ മെറിഡിയൻ. പക്ഷേ നമ്മൾ ഫീൽഡിൽ നമ്മൾ എടുത്തത് മാഗ്നറ്റിക് മെറിഡിയനിലിരുന്നാണ്. ഇതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഇവിടെ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നു വെച്ചോ. അപ്പോൾ ഈ ബിൽഡിങ് നമ്മൾ വിചാരിച്ചത് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ നോർത്തിലെന്ത് എടുത്തു എന്നാൽ കോമ്പസ് പറയുന്നതല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ആ കോമ്പസ് കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് മെറിഡിയനിലെന്ത് ഇത്ര ഡിഗ്രിന്ന് കാണിച്ചു അല്ലേ? ഇതാണ് മാഗ്നറ്റിക് ബിയറിംഗ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ബിയറിംഗ് എന്തുവാ? ബീറ്റാന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ട്രൂ നോർത്തും മാഗ്നറ്റിക് നോർത്തും സെയിം അല്ല, ഇത്രത്തോളം ഡിക്ലിനേഷൻ ഉണ്ടെന്നുള്ളത്, ഡീവിയേറ്റ് ആയി കാണിച്ചിരിക്കുന്നുള്ളത് മനസ്സിലാക്കി. അതാണ് തീറ്റ ഇ. അപ്പം ട്രൂ ബിയറിംഗ് എന്തുമായിരിക്കും? ഈ തീറ്റ ഇ പ്ലസ് ബീറ്റ, അതാണ് ആൽഫ. ഓക്കെ, അതുപോലെ തന്നെ വെസ്റ്റ് ഡിക്ലിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മാഗ്നറ്റിക് ബിയറിംഗ് വെസ്റ്റിലോട്ട് പോയിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ബിൽഡിങ്ങിനകത്തുള്ള ഡിഗ്രിയാണ് ബീറ്റ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ട്രൂ ബിയറിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും മൈനസ് ചെയ്യണം, ബീറ്റ മൈനസ് തീറ്റ ഡബ്ല്യു, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? ഇത് നല്ല ഓർത്ത് വയ്ക്കണേ, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒറ്റ ഫോർമുലാവേ ഉള്ളൂ. അതിനകത്ത് ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് എടുക്കണം, വെസ്റ്റ് ആണെങ്കിൽ മൈനസ് എടുക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ഡിപ്പാണ്. ഈ ഡിപ്പ് എന്തുവാണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിളിന് നോക്കിയില്ലേ? ഹൊറിസോണ്ടൽ ഡിപ്പായി എന്തായിരിക്കും? വെർട്ടിക്കലായിരിക്കും. അതായത് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെയായിരിക്കുന്നത്. ഓക്കെ, ഇൻക്ലിനേഷൻ ഓഫ് മാഗ്നറ്റിക് നീഡിൽ ഓഫ് ദ കോമ്പസ് വിത്ത് ഹൊറിസോണ്ടൽ. നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇല്ലാതെ ഈ ഹൊറിസോണ്ടലിന് തമ്മിൽ ഇങ്ങനെ ഡീവിയേറ്റ് ആയി പോകുമ്പോൾ ഈ വെർട്ടിക്കൽ ആംഗിളില്ലേ, അതാണ് ഡിപ്പ്. ഓക്കെ, നമ്മുടെ മാഗ്നറ്റിക് നീഡിലും ഹൊറിസോണ്ടൽ പ്ലെയിനും സെയിം ആയിരിക്കണം. ചില സമയങ്ങളിൽ ഇത് ഇങ്ങനെ താഴ്ന്നു പോകും. അപ്പോൾ ഈ വെർട്ടിക്കൽ ആംഗിളാണ് നമ്മൾ ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓർ യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് വെർട്ടിക്കൽ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, ഈ ഡിപ്പ് അറ്റ് ദ ഈക്വേറ്റർ 0 ആയിരിക്കും, പോൾസിൽ വരുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും, അത് വേരി ആകും. ഇറ്റ് വോണ്ട് ബി എ കോൺസ്റ്റൻറ്റ്, ഡിപ്പ് ആംഗിൾ വേരീസ്. ഓക്കെ, ഇത് ഒന്നും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഡിപ്പും ഡിക്ലിനേഷനും. ഡിക്ലിനേഷൻ വെച്ചാൽ ഹൊറിസോണ്ടൽ ആംഗിൾ, ഡിപ്പെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ആംഗിൾ. ഓക്കെ, മനസ്സിലാക്കിയോ? ഓക്കെ, പിന്നെ ഉള്ളത് ചില സമയങ്ങളിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യനും വരും. ഹോൾ സർക്കിൾ ബിയറിംഗ് ടു റെഡ്യൂസ്ഡ് ബിയറിംഗ് ടു ഹോൾ സർക്കിൾ ബിയറിംഗ്. അപ്പോൾ അതിൻ്റെ റൂൾസ് നമ്മളിപ്പോൾ പഠിക്കാൻ പോവുക കേട്ടോ. ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത് നോർത്തിലിരുന്ന് എടുക്കുന്ന എല്ലാ ആംഗിൾസും ഹോൾ സർക്കിൾ ബിയറിംഗ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഓൾവേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതാണ് ടേക്കൻ വിത്ത് റെസ്പെക്ട് ടു നോർത്ത് ഡയറക്ഷൻ ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതാണ് ഹോൾ സർക്കിൾ ബിയറിംഗ്. ഓക്കെ, റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് വെച്ചിട്ട് ഈസ്റ്റിലോട്ടോ അല്ലെങ്കിൽ വെസ്റ്റിലോട്ടോ എടുക്കുന്നതാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ്, അല്ലെങ്കിൽ ക്വാഡ്രൻറ്റ് സിസ്റ്റം ഓഫ് ബിയറിംഗിന് വേറൊരു പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംഗിൾ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും? ഇവിടെയും പോയിൻ്റ് ഇരിക്കുന്നു വെച്ചോ,
ഇപ്പോൾ 45 ഡിഗ്രി ഇന്ന് കാണിക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നോർത്ത് 45 ഡിഗ്രി ഈസ്റ്റ് ഇങ്ങനെ കാണിക്കണം. ഓക്കെ, നോർത്ത് 45 ഡിഗ്രി വെസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ്. നോർത്തിലിരുന്ന് 45 ഡിഗ്രി ഡിവേറ്റായി ഇവിടെയായിരിക്കുന്നതിനുള്ള റെപ്രസെൻറ്റേഷനാണ്. സൗത്ത് 45 ഡിഗ്രി ഈസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. സൗത്ത് 45 ഡിഗ്രി വെസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ടുണ്ട്. അത് എങ്ങനെ നമുക്ക് റെഡ്യൂസ്ഡ് ബിയറിംഗിലോട്ട് മാറ്റാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കൺവേർഷൻ ടു റെഡ്യൂസ്ഡ് ബിയറിംഗ്, ഹോൾ സർക്കിൾ ബിയറിംഗ് റെഡ്യൂസ്ഡ് ബിയറിംഗിലോട്ട് മാറ്റാൻ പോവുക. അപ്പോൾ ഒ എ ലൈനിന് തീറ്റ എ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് ബിയറിംഗിലോട്ട് മാറ്റുമ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ, നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പം നോർത്ത് തീറ്റ എ ഈസ്റ്റ്. മനസ്സിലായോ? ഇപ്പം അടുത്ത് ഒ ബി ലൈനിന് ഉള്ള ബിയറിംഗ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇതാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്രയും ഭാഗം എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? നോർത്ത് ടു സൗത്ത് 180 ഡിഗ്രി നമുക്കറിയാം. അപ്പോൾ 180 ഡിഗ്രി മൈനസ് തീറ്റ ബി. സോ സൗത്ത് തീറ്റ ബി ഈസ്റ്റ്. കിട്ടിയോ? അടുത്ത് ഒ സി എന്ന് വെച്ചാൽ ഇത്രയും ആംഗിളാണ് ഇരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഈ പോർഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ടോട്ടൽ ആംഗിളിലിരുന്ന് ഈ 180 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും അല്ലേ. അപ്പോൾ തീറ്റ സി മൈനസ് 180 ഡിഗ്രി വിൽ ഗിവ് യു സൗത്ത്. ഈ ഭാഗം മാത്രം നമുക്ക് കിട്ടും. സോ സൗത്ത് തീറ്റ സി വെസ്റ്റ്. ഓക്കെ, ഇപ്പോൾ അവസാനം ഒ എ ബിയറിംഗ് ഈ ലാസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ആംഗിളല്ലേ വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ടോട്ടൽ 360 അറിയാം. അപ്പോൾ ഇത്രയും ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ 360 ഡിഗ്രി മൈനസ് തീറ്റ ഡി ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ, അതായത് എൻ തീറ്റ വെസ്റ്റ്. ഓക്കെ, ഞാൻ പിന്നെയും തീറ്റ ബി തീറ്റ സി ഇട്ടിരിക്കുന്നത് നമുക്ക് ആ ലൈനിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കൺഫ്യൂസ് ആകേണ്ട. തീറ്റ സി ഇട്ടത് കൊണ്ട് കൺഫ്യൂസ് ആകേണ്ട. വേണമെങ്കിൽ തീറ്റാൻ ഇട്ടാലും മതി. ഓക്കെ, നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ തീറ്റയാണ്, ഇത് തീറ്റയാണ്. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത് റെഡ്യൂസ്ഡ് ബിയറിംഗ് എങ്ങനെ ഹോൾ സർക്കിൾ ബിയറിംഗിലോട്ട് മാറ്റണം നമുക്ക് നോക്കാം. അപ്പോൾ ഒ എ നോർത്ത് തീറ്റ എ ഈസ്റ്റിന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തീറ്റ എ സെയിം ആയിരിക്കും. അതുകൊണ്ട് അതങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, തീറ്റ ബി എങ്ങനെയാണ്? തീറ്റ ബി എന്ന് വെച്ചാൽ ഈ ആംഗിളാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് ഇതാണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 180 മൈനസ് തീറ്റ ബി, 180 മൈനസ് തീറ്റ ബി. ഓക്കെ, അടുത്ത് തീറ്റ സി ഇത് മാത്രമാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ നോർത്തിലിരുന്ന് ഇത്രയും ആംഗിളാണ് വേണ്ടത്. അതുകൊണ്ട് 180 ഡിഗ്രി പ്ലസ് തീറ്റ സി. ഓക്കെ, അടുത്ത് ഒ ഡി ഈ ലൈനിൻ്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് 360 ഡിഗ്രീന്ന് അറിയാം. സോ 360 ഡിഗ്രി മൈനസ് തീറ്റ ഡി ചെയ്യുമ്പോൾ നമുക്ക് ഈ തീറ്റ എന്താണ് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തുള്ളത് ലോക്കൽ അട്രാക്ഷൻ. ഈ ലോക്കൽ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നീഡിൽ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് നോർത്ത് കാണിക്കണം. പക്ഷേ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അവിടെ ഒരു ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെന്ന് ഉള്ളത്. അപ്പം നമ്മൾ എല്ലാ റീഡിങ്സും എടുത്തു. ഓക്കെ, കോമ്പസ് വെച്ചിട്ട് നമുക്ക് ഓരോരോ സ്റ്റേഷനിൽ നമുക്ക് ബിയറിങ്സ് നമ്മൾ എടുത്തു. ബിയറിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് 180 ആണെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഇല്ല. ഓക്കെ, നമ്മുടെ റീഡിങ് കറക്റ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഡീവിയേഷൻ 179 ഡിഗ്രിയോ ഇല്ല 181 ഡിഗ്രിയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ, ഡിഫറൻസ് കാണിക്കുവാണെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ കണ്ടു. അടുത്ത് ലെവലിംഗ് ആണ്. ഈ ലെവലിങ്ങിനകത്ത് പോകുന്ന മുൻപ് ചില പോയിൻറ്റ്സ്, ചില ഡെഫിനിഷൻസ് ഉണ്ട്. അത് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ലെവലിങ്ങിനകത്ത് ഈ ആറിൽ ഈ റെഡ്യൂസ്ഡ് ലെവൽ എന്തുവാന്ന് വെച്ചാൽ എലിവേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എയ്തർ മീൻ സീ ലെവൽ ഓർ വിത്ത് റെസ്പെക്ട് ടു ദ ഫിക്സ്ഡ് പോയിന്റ് ഓഫ് നോൺ ഹൈറ്റ് ആണ് റെഡ്യൂസ്ഡ് ലെവൽ. ഓക്കെ,
ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് പെർമനൻറ്റ് പോയിന്റ് ഓഫ് റെഫറൻസ് ഹൂസ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു സം അസ്യൂംഡ് ഡേറ്റം ഇസ് നോൺ. അതായത് എന്തെങ്കിലും ഒരു പെർമനൻറ്റ് സ്ട്രക്ചറിന് അതിലുള്ള റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് അറിയുമാണാൽ അത് കോൺസ്റ്റൻ്റ്, അത് മാറ്റാൻ പാടില്ല, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പെർമനൻറ്റ് സ്ട്രക്ചറിനുള്ള പോയിൻ്റാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് ബെഞ്ച് മാർക്ക്. പെർമനൻറ്റ് പോയിന്റ് ഓഫ് റെഫറൻസ് ഹൂസ് എലിവേഷൻ ഇസ് നോൺ, അങ്ങനെ എടുക്കാം. ഓക്കെ, ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ അതിൻ്റെ എലിവേഷൻ നമുക്ക് അറിയുമാണാൽ ദാറ്റ് ഇസ് യുവർ ബെഞ്ച് മാർക്ക്. ഓക്കെ, യൂസ്ഡ് എയ്തർ എസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടും എടുക്കാം, അല്ലെങ്കിൽ അവസാന ചെക്കിംഗ് പോയിന്റ് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം ബെഞ്ച് മാർക്കിന്. ഓക്കെ, ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഫസ്റ്റ് റീഡിങ്. ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ റീഡിങ് നമ്മുടെ ബാക്ക് സൈറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പ്ലസ് സൈറ്റ് എന്നും നമുക്ക് പറയുന്നത്. ഓക്കെ, ഫോർ സൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് റീഡിങ്, ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിലുള്ള ലാസ്റ്റ് റീഡിംഗ് ആണ് നമ്മൾ ഫോർ സൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ മൈനസ് സൈറ്റ് എന്നും നമുക്ക് പറയാം. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഈ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും തമ്മിൽ ഇടയ്ക്ക് എന്ത് റീഡിംഗ് നിങ്ങൾ എടുത്താലും അത് ഇൻസ്ട്രുമെൻറ്റ് സൈറ്റ് ആയിരിക്കും. സോറി, നോട്ട് ഇൻസ്ട്രുമെൻറ്റ് സൈറ്റ്, ഇറ്റ് ഈസ് എൻ ഇൻ്റർമീഡിയറ്റ് സൈറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ലെവലിംഗ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കാണത്തില്ലേ, അതിനകത്ത് നമ്മൾ ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ്, റൈസ് ആൻഡ് ഫാൾ മെത്തേഡ്, ഇതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ. അപ്പോൾ അതിനകത്ത് ഫോർമുല എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ്. ഓക്കെ, റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ്. ഈ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത് എന്തുവാ? ആ പോയിൻറ്റിൻ്റെ ആറലാണ്, നോൺ എലിവേഷനാണ്. ഓക്കെ, പിന്നെ ആർ എൽ ഓഫ് അതർ സ്റ്റേഷൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആർ എൽ ഓഫ് അതർ സ്റ്റേഷൻ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മൈനസ് ഇൻ്റർമീഡിയറ്റ് സൈറ്റ് അല്ലെങ്കിൽ ഫോർ സൈറ്റ്. ഓക്കെ, ഇതിനെ നമ്മൾ ചെക്കൊക്കെ ചെയ്യത്തില്ലേ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിൽ ചെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? സമ്മേഷൻ ഓഫ് ബാക്ക് സൈറ്റ് ഡിഫറൻസ് സമ്മേഷൻ ഓഫ് ഫോർ സൈറ്റ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ ഡിഫറൻസ് ഫസ്റ്റ് ആർ എൽ. ഇതാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കോളിമേഷൻ മെത്തേഡിൻ്റെ ചെക്ക്. അതായത് റൈസ് ആൻഡ് ഫാൾ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ സമ്മേഷൻ ഓഫ് റൈസ് ഡിഫറൻസ് സമ്മേഷൻ ഓഫ് ഫാൾ ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ആർ എൽ ഡിഫറൻസ് ഫസ്റ്റ് ആർ എൽ. ഓർമ്മ ഉണ്ടോ? ചെയ്തിട്ടുണ്ടോ? അപ്പം അങ്ങനെയാണ് ചെക്ക് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇതിനെ വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചോദിക്കാം, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് ആണോ അല്ലെങ്കിൽ ആർ എൽ ഓഫ് ലൈൻ ഓഫ് സൈറ്റ് ആണോ, അങ്ങനെ അവർ ചോദിക്കും. ഓക്കെ, പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റിന് നമ്മൾ വിചാരിക്കും. അല്ല, അത് എന്തുവാ? വാട്ട് ഈസ് ദാറ്റ്? ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ആർ എൽ ഓഫ് ദ ലൈൻ ഓഫ് സൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഈ ലൈൻ ഓഫ് സൈറ്റില്ലേ, ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റാണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അല്ലാതെ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റ് അല്ല. നല്ല ഓർക്കണേ, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ആർ എൽ ഓഫ് ദ ലൈൻ ഓഫ് സൈറ്റ്, അതോ ആ സ്റ്റേഷനിലുള്ള ആർ എൽ ഓഫ് ലൈൻ ഓഫ് സൈറ്റ് ആണ് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് റെസിപ്രോക്കൽ ലെവലിംഗ്. ഇതിനുള്ള പ്രോബ്ലം എപ്പോഴും അവർ ചോദിക്കും. ഓക്കെ, റെസിപ്രോക്കൽ ലെവലിംഗ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേഷൻ്റെ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റെസിപ്രോക്കൽ ലെവലിംഗ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്റ്റേഷനകത്ത് സ്റ്റേഷനകത്ത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് ഇവിടെ വെച്ചിട്ട് HA1 അപ്പുറത്തെ സൈഡിലുള്ള ബി സ്റ്റേഷൻ്റെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ട് HB1 നമ്മൾ എടുക്കും. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബി സ്റ്റേഷനിലോട്ട് മാറ്റിയിട്ട് പിന്നെ ഈ സ്റ്റേഷന് തൊട്ട് ഈ ബി സ്റ്റേഷനിലുള്ള HB2 എ സ്റ്റേഷനിലുള്ള HA2 നമ്മൾ എടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യണം. ഓക്കെ, ട്രൂ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ HB1 മൈനസ് HA1 പ്ലസ് HB2 മൈനസ് HA2 ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, എ സ്റ്റേഷനിലേருந்து നമ്മൾ എടുത്ത എ സ്റ്റേഷനിലേருந்து നമ്മൾ ഇവിടെ എടുത്തില്ലേ, അപ്പോൾ HB1 HA1 പിന്നെ ബി സ്റ്റേഷനിൽ നമ്മൾ വെച്ചിട്ട് HB2 HA2 അതിൻ്റെ ഡിഫറൻസ് ആണ്. പിന്നെ അത് രണ്ടും ആഡ് ചെയ്ത് ആവറേജ് എടുക്കണം. അതാണ് ട്രൂ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ, പിന്നെ ഉള്ളത്
കറക്ഷൻസ് ആണ്. കർവേച്ചർ കറക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ കറക്ഷൻ ഉണ്ട്, കമ്പൈൻ കറക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ കർവേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത് സി സി ഇസ് ഈക്വൽ ടു 0.07849 d സ്ക്വയർ ആണ്. ഈ ഡി എപ്പോഴും കിലോമീറ്റർ ആയിരിക്കും, സി സി എപ്പോഴും മീറ്റർ ആയിരിക്കും. ഇത് എപ്പോഴും നെഗറ്റീവ് ആണ്. ഓക്കെ, കർവേച്ചർ കറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ആണ്, റിഫ്രാക്ഷൻ കറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ആണ്. ഓക്കെ, കമ്പൈൻ കറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ആണ്. ഓക്കെ, കർവേച്ചർ കറക്ഷൻ നെഗറ്റീവ്, റിഫ്രാക്ഷൻ കറക്ഷൻ പോസിറ്റീവ്, കമ്പൈൻ കറക്ഷൻ ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഇങ്ങനെ ഈ വാല്യൂസ് ഓർത്തെടുക്കാൻ പാടാണെങ്കിൽ ഇത് മാത്രം ഓർത്തെടുത്താൽ മതി. ഓക്കെ, സി സി ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 2r. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി എർത്ത് ആണ്, 6370 കിലോമീറ്റർ ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ കർവേച്ചർ കറക്ഷൻ്റെ 1/7 ആണ് റിഫ്രാക്ഷൻ കറക്ഷൻ. റിഫ്രാക്ഷൻ കറക്ഷൻ CR ഇസ് ഈക്വൽ ടു 1/7 ഓഫ് CC. ഓക്കെ, ഈ വാല്യൂ ഡിവൈഡ് ബൈ 7 ആണ് ഈ വാല്യൂ. ഓക്കെ, പിന്നെ ഈ കമ്പൈൻ കറക്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, CC മൈനസ് CR. സോ -6/7 CC ആണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഫോർമുല മനസ്സിലാക്കിയ ഈ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ വാല്യൂ ഇങ്ങനെ പഠിച്ചാൽ മതി. മറ്റൊരു കാര്യം, ഡി ഇറ്റ് ഷുഡ് ബി ഇൻ കിലോമീറ്റർ, CC correction will be always in meter, the distance will be in kilometer. Okay, distance of visible horizon D is equal to 3.855 root of h. നമ്മൾ ഈ ഫോർമുല എങ്ങനെയാണ് ഫോർമുലനകത്ത് പ്രോബ്ലമിനകത്ത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ എടുക്കുന്നത്. h is equal to 0.0673 d സ്ക്വയർ, ക്യാപിറ്റൽ D അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓർക്കണുണ്ടോ? നമ്മൾ ഈ ഫോർമുലനെക്കാട്ടിലും പ്രോബ്ലമിനകത്ത് ഈ ഫോർമുല ആണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. h is equal to 0.0673 d സ്ക്വയർ ആണ്. D always in kilometer, h will be in meter. ഓക്കെ, പിന്നെ ഉള്ളത് കോണ്ടൂർ ആണ്. ഈ കോണ്ടൂർ എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ്സ് എൻ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ പോയിന്റ് ഓഫ് ഈക്വൽ എലിവേഷൻ ഓൺ ദ എർത്ത് സർഫേസ്. അതാണ് കോണ്ടൂർ. ഓക്കെ, ഈ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോണ്ടൂർ ലൈൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ 2 കോണ്ടൂർ ലൈൻസ് ആണ് കോണ്ടൂർ ഇൻ്റർവെൽ. പിന്നെ ഉള്ളത് ഹൊറിസോണ്ടൽ ഈക്വലൻ്റ് ആണ്. ഈ ഹൊറിസോണ്ടൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ കോണ്ടൂർ ഇൻ്റർവെൽ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഈക്വലൻ്റ് ആണ്. ഓക്കെ, പിന്നെ ട്രയാങ്കുലേഷൻ. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കുലേഷൻ്റെ ആംഗിൾ എങ്ങനെയായിരിക്കണം? ഓക്കെ, ഒരു വെൽ ഡിഫൈൻഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ എത്രത്തോളം ഇരിക്കണം എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇത് കാണാം. ദ ആംഗിൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ബട്ട് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 120 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രീൻ്റെ മുകളിലായിരിക്കണം, പിന്നെ 120 ഡിഗ്രീൻ്റെ താഴെയായിരിക്കണം. അതാണ് വെൽ കണ്ടീഷൻ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ്. ഓക്കെ, അതിൻ്റെ ഷേപ്പ് ഐസോസ്ലെസ് ആയിരിക്കണം വിത്ത് ബേസ് ആംഗിൾ 56 ഡിഗ്രി 14 ഇഞ്ചാണ്. ഇതാണ് നമ്മൾ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇത് നല്ല ഓർക്കനെ. 30 ഡിഗ്രി 120 ഡിഗ്രി, 30 ഡിഗ്രീൻ്റെ മുകളിലായിരിക്കണം, 120 ഡിഗ്രീൻ്റെ താഴെയായിരിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ട്രാവേഴ്സ് സർവേയിങ്. ഈ ട്രാവേഴ്സ് സർവേയിങ്ങിനകത്ത് നമ്മൾ ഓർക്കേണ്ടത് ലാറ്റിറ്റ്യൂഡും ഡിപ്പാച്ചറും. ഓക്കെ, ലാറ്റിറ്റ്യൂഡ് ഡിപ്പാച്ചർ. ഇപ്പോൾ ഒരു പോയിൻ്റ് എടുക്കുക. AB ഒരു ലൈനുണ്ട്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ABൻ്റെ ലെങ്ത് ആണ് L, അതിൻ്റെ ഡീവിയേഷൻ ആണ് തീറ്റ. ഈ ഡിപ്പാച്ചർ അലോങ് ടുവേർഡ്സ് ഈസ്റ്റ് വെസ്റ്റ് വരുന്നത്, ലാറ്റിറ്റ്യൂഡിന് പറയുന്നത് ടുവേർഡ്സ് നോർത്ത് ടുവേർഡ്സ് സൗത്ത് വരുന്നത്. ഓക്കെ, നോർത്ത് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കണം, സൗത്ത് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. ഡിപ്പാച്ചർ ടുവേർഡ്സ് ഈസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് എടുക്കണം, ടുവേർഡ്സ് വെസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, നോർത്ത് ഈസ്റ്റ് അതായത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡും പ്ലസ് ആയിരിക്കും, ഡിപ്പാച്ചറും പ്ലസ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രൻ്റ് നോർത്ത് വെസ്റ്റ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും, ബിക്കോസ് ടുവേർഡ്സ് നോർത്ത് ആയതുകൊണ്ട് ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും, ഡിപ്പാച്ചർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ രണ്ടും മൈനസ് ആണ്, ബിക്കോസ് ടുവേർഡ്സ് സൗത്തും ടുവേർഡ്സ് വെസ്റ്റും ആണ്. അപ്പോൾ മൈനസ് ലാറ്റിറ്റ്യൂഡ് മൈനസ് ഡിപ്പാർച്ചർ. ഓക്കെ, ഫോർത്ത് ക്വാഡ്രൻ്റ് ആകുമ്പോൾ സൗത്തും
ഈസ്റ്റ് ആണ്. അപ്പോൾ മൈനസ് ലാറ്റിറ്റ്യൂഡ് പ്ലസ് ഡിപ്പാച്ചർ ആണ്. ഓക്കെ, ഫോർ എ ക്ലോസ്ഡ് ട്രാവൽസ് സം ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് മസ്റ്റ് ബി ഈക്വൽ ടു 0, സം ഓഫ് ദ ഡിപ്പാച്ചർ ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, ക്ലോസിങ് എറർ എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഇത് ഈക്വൽ ഇല്ലാത്തപ്പോൾ നമുക്ക് എറർ കാണും. ആ എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓഫ് ഡിപ്പാച്ചർ സ്ക്വയർ. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സമ്മേഷൻ ഓഫ് ഡിപ്പാച്ചർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ അടുത്തുള്ളത് തിയറി ഓഫ് എറേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് എറേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് എറർ അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് എറേഴ്സ് എന്ന് പറയാം, മിസ്റ്റേക്സ് പറയാം, ആക്സിഡൻ്റൽ എറേഴ്സ് എന്ന് പറയാം, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ ഒരു ഇൻറ്റൻഷൻ, ഒരു നമ്മൾ കാരണം വരുന്ന എല്ലാ തെറ്റുകളും നമ്മൾ മിസ്റ്റേക്കിനാണ് പറയുന്നത്. കെയർലെസ്നെസ് കൊണ്ടോ അല്ലെങ്കിൽ പുവർ ജഡ്ജ്മെൻറ്റ് കൊണ്ടോ ഇൻഅറ്റൻഷൻ കൊണ്ടോ വരുന്ന എല്ലാം നമ്മൾ മിസ്റ്റേക്സിനാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ 118 എടുക്കാതെ നമ്മൾ 179 ഡിഗ്രി 178 ഡിഗ്രി നമ്മൾ അങ്ങനെ എഴുതത്തില്ലേ, അതാണ് നമ്മൾ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മേ ബി ലാർജ് ആയിരിക്കാം അല്ലെങ്കിൽ സ്മോൾ ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ കൂട്ടി പറയാം, ചിലപ്പോൾ നമ്മൾ കുറച്ച് പറയാം, അതൊക്കെയാണ് നമ്മൾ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആക്സിഡൻ്റൽ എറേഴ്സ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ അബ്സർവറിൻ്റെ കൺട്രോളിൽ ഇല്ലാതെ വരുന്ന എല്ലാ തെറ്റുകളും ആക്സിഡൻ്റൽ എറേഴ്സ് എന്ന് പറയാം. അതായത് ഡ്യൂ ടു അൺഅവോയ്ഡബിൾ കണ്ടീഷൻസ് ലൈക്ക് വേരിയേഷൻസ് ഇൻ ദ ടെമ്പറേച്ചർ കണ്ടീഷൻ വിച്ച് ആർ എൻറ്റയർലി ബിയോണ്ട്, ഈ വാക്കാണ് ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് എൻറ്റയർലി ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് അബ്സർവർ, അതാണ് ആക്സിഡൻ്റൽ എറർ. ഓക്കെ, ഈ സിസ്റ്റമാറ്റിക് എറർ അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് എറേഴ്സ് എന്ന് പറയുന്നത് എന്തുവാണെന്ന് വെച്ചാൽ അതിന് ഒരു പ്രത്യേകിച്ച് ഒരു രീതിയിൽ തന്നെ പോകും, അത് നമുക്ക് കണ്ടുപിടിച്ച് എടുക്കാൻ പറ്റും, പിന്നെ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യാനും പറ്റും, അതാണ് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് എറേഴ്സ്. ഓക്കെ, ഓൾവേസ് ഫോളോ സം ഡെഫിനിറ്റ് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഓർ ഫിസിക്കൽ ലോ. കറക്ഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ആൻഡ് അപ്ലൈഡ്. ഇപ്പം നമ്മളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, കൂടുതൽ നമ്മൾ കൊണ്ടാണ് വരുന്നത്, പിന്നെ ആ തെറ്റ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ തെറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും, പിന്നെ അത് റെക്ടിഫൈ ചെയ്യാനും പറ്റും, അതാണ് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് എറർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ എറർ ഇൻ ദ ലെങ്ത് ഓഫ് ദി സ്റ്റീൽ ടേപ്പ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തു, പിന്നെ അവസാനം നമ്മൾ കണ്ടുപിടിച്ചു, പിന്നെ അത് നമ്മൾ റെക്ടിഫൈയും ചെയ്യാം, അതാണ് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് എറേഴ്സ്. ഓക്കെ, കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും അക്കർ ആകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിൽ ചെയ്തു, പിന്നെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ തിരിച്ച് വരുമ്പോൾ ഇവിടെ എറർ വന്നത് പിന്നെ കോമ്പൻസേറ്റ് ആകും, അതാണ് കോമ്പൻസേറ്റീവ് എറർ. ടോട്ടൽ സ്റ്റേഷൻ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന് അക്യുറേറ്റ് മെഷർമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ എടുക്കുന്നത്. ഇത് എങ്ങനെയാണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്തുവാണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points ക്യാൻ ബി മെഷേർഡ് വിത്ത് ദ വെലോസിറ്റി ആൻഡ് ദ ടൈം ടേക്കൻ ബൈ ദ ലൈറ്റ് ടു ട്രാവൽ ഓർ നോട്ട്. ഓക്കെ, അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ വെലോസിറ്റി, പോയിട്ട് പിന്നെ തിരിച്ച് റീച്ച് ആകുന്ന ആ സമയം വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിളാണ് ടോട്ടൽ സ്റ്റേഷനകത്തും EDM ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് is a method of determining the length between 2 points using electromagnetic waves വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് the same principle. ഓക്കെ, ഇവിടെ നിന്ന് അവർ ഒരു സിഗ്നൽ പാസ് ചെയ്യും, ഈ സിഗ്നൽ പോയി ആ പോയിന്റിന് റീച്ച് ആയിട്ട് പിന്നെ തിരിച്ച് വരുന്ന ആ വെലോസിറ്റിയും ആ ടൈമും വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ പ്രിൻസിപ്പൽ യൂസ്ഡ് ഇൻ ടോട്ടൽ സ്റ്റേഷൻ ആസ് വെൽ ആസ് ഇൻ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. ഓക്കെ, ഓക്കെ, GPS-നകത്ത് 3 കോമ്പണൻ്റ് ഉണ്ട്. ഒന്ന് സ്പേസ് സെഗ്മെൻറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ്, യൂസർ സെഗ്മെൻറ്റ്. ഓക്കെ, ഈ സ്പേസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നതാണ് സാറ്റലൈറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ് ആണ് നമ്മുടെ സ്റ്റേഷൻ, ഗ്രൗണ്ട് സ്റ്റേഷൻ, യൂസർ സെഗ്മെൻറ്റ് ആണ് റിസീവർ. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്തുവാണെന്ന് വെച്ചാൽ ട്രൈലാട്രേഷൻ ആണ്. ഓക്കെ, ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ GPS ഇസ് ട്രൈലാട്രേഷൻ. മിനിമം 4 സാറ്റലൈറ്റ് എങ്കിലും വേണം ഒരു പോയിൻ്റ്
ഒബ്സർവേഷൻ നമ്മൾ ഒരു പോയിന്റിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം 4 സാറ്റലൈറ്റ് വേണം. GPS എന്തുവാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ അഗ്രിഗേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ദറ്റ് ഓർബിറ്റ് ദ എർത്ത് ലൈക്ക് എ കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റാർസ്. Network of satellites sends a codal information in the form of radio signals. Satellite system consists of 31 satellites situated above 20,000 km above the Earth's surface. It is used on land, sea, air to determine the location, time and velocity. അപ്പോൾ എന്താണ് മനസ്സിലായോ? ഒരു എർത്തിനെ ചുറ്റിലും കുറേ സാറ്റലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ട് ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. പോയിന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് GPS. ഓക്കെ, അത് 31 സാറ്റലൈറ്റ് ഉണ്ടാവും. ഈ നമ്മുടെ എർത്തിൻ്റെ മുകളിൽ 20,000 കിലോമീറ്റർ മുകളിലാണ് അതിരിക്കുന്നത്. ഓക്കെ, എർത്തിനെ ചുറ്റി ഇങ്ങനെ ഓർബിറ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ ലാൻഡിന് വേണ്ടിയിട്ടും സീയിൽ വേണ്ടിയിട്ടും ഏതെങ്കിലും എവിടെ വേണമെങ്കിലും ഒരു പോയിന്റിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ GPS യൂസ് ചെയ്യാം. മിനിമം ഈ 31 ഇല്ലെങ്കിലും ഒരു 4 സാറ്റലൈറ്റ് എങ്കിലും വേണം ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പലാണ് ട്രൈലാട്രേഷൻ. ഓക്കെ, ഇനി അടുത്ത് മോഡ്യൂൾ 4 പോകാം. ഓക്കെ.